എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. മൃദുവായ കപ്പയും ബീഫിൻ്റെ മസാല മണവും ചേർന്നുണ്ടാകുന്ന രുചികരമായ കപ്പ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതിനായി 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ള കപ്പ വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കപ്പ വേകുന്നതിന് ആവശ്യമായ വെള്ളം, ഉപ്പ് എന്നിവ ചേർത്ത് കുക്കറിൽ 2 വിസിൽ വരുന്നവരെയും വേവിക്കാം. കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം. അതിനായി കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 12 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. എരിവിന് ആവശ്യമായ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റാം. ഇവയുടെ പച്ചമണം മാറി നല്ലപോലെ വഴന്നു വന്നതിന് ശേഷമാണ് ഇതിലേക്ക് വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റാം. സവാള വേഗത്തിൽ വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് വഴറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം സവാള വഴറ്റിയെടുക്കാനായിട്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലതുപോലെ വഴന്നു വന്ന സവാളയിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവയിലേക്ക് 3/4 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ പച്ചമണം മാറുന്നവരെ വഴറ്റണം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വൃത്തിയാക്കിയ 1 കിലോ ബീഫാണ് ഇത്. ബീഫ് ചേർത്ത് മസാലകളുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ബീഫ് നല്ലതുപോലെ വെന്ത് വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതിനാൽ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നതുവരെയും മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നതുവരെയുമാണ് വേവിച്ചത്. നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി അരിഞ്ഞത് എന്നിവ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന ചെറിയ ഉള്ളിയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുക്കണം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഈ ഒരു ഭാഗത്തിനാണ് നമുക്ക് തേങ്ങ വറുത്തത് കിട്ടേണ്ടത്. തേങ്ങ വറുത്തത് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറുന്നതിനായി മാറ്റിവെക്കാം. ബിരിയാണി പോട്ട് വെച്ച് കൊടുത്ത് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ബീഫ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ബീഫിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇളക്കി യോജിപ്പിച്ച ബീഫിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കപ്പയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കപ്പ ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം വേവിക്കാനായിട്ട്. 3 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. തവി കൊണ്ട് തന്നെ ഇതിൽ ചേർത്ത കപ്പ നല്ലതുപോലെ ഉടച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ കപ്പയുമായി യോജിച്ച് വരികയുള്ളൂ. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.